എത്തുമ്പോൾ നിങ്ങളുടെ നബി ഇതുപോലെ തന്നെ ഒരു 6 വയസ്സായ കുട്ടീനെ കല്യാണം കഴിച്ച് കണ്ട് പോകി ഗോഡ് ഈസ് ഗ്രേറ്റ് അല്ലാഹു അക്ബർ സംസാരിക്കുക. അല്ലാതെ ഒന്നിരുന്നു കണ്ട് സ്ത്രീകൾ അങ്ങനെയാണ്, സ്ത്രീകൾ ഇതാണ്, സ്ത്രീകൾ അത് ചെയ്യരുത്, സ്ത്രീകൾ അടിമ ആവുക എന്നൊക്കെ പറഞ്ഞു നടന്നുണ്ടല്ലോ. ഗാനമേളകളും പെണ്ണിൻ്റെ അഴിഞ്ഞാട്ടവുമാണ് ഇന്നത്തെ ഈ സമൂഹത്തിൽ നടക്കുന്നത്. ഇവകളിൽ നിന്നെല്ലാം നാം മാറി നിന്നുകൊണ്ട് സ്ത്രീകൾ അഴിഞ്ഞാടാൻ പാടില്ല കേട്ടോ എന്നോർ, സ്ത്രീകളെ അടക്കി നിർത്തുക അല്ലെങ്കിൽ അവരെ മഹല്ലിൽ നിന്നും പുറത്താക്കുക എന്നോർ പല മൊയ്ലന്മാരും, എല്ലാ മൊയ്ലന്മാരും ഒന്നും ഞാൻ പറയുന്നില്ല. സത്യത്തില് ഈ ഒരു വീഡിയോന്റെ തുടക്കം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഈ കുട്ടികളെ പോലും മദ്രസിലേക്ക് വിട്ട് പഠിപ്പിക്കാൻ പറ്റാത്ത ഈ ഒരു കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞത് മതം അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും മതത്തിനെതിരാണെന്നോ അതല്ലെങ്കിൽ ഈ മദ്രസകൾക്കെതിരാണെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഈ വന്നിരുന്നു കണ്ട് ഇതുപോലെ കരയുന്ന മൊയ്ലന്മാർക്കൊക്കെ ഞാൻ എതിര് അങ്ങനെയുള്ള ഒരു ഇതൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. ഞാൻ ഈ പറഞ്ഞ മതത്തിന്റെ തന്നെ ഒരു വക്താവാണ്, അതിലൊരു വിശ്വാസിയാണ് ഞാൻ. എനിക്ക് ഈ പറഞ്ഞ ഇസ്ലാം പറയുന്ന അള്ളാഹു എന്നുള്ള ദൈവത്തിലൊക്കെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ ഗോഡ് ഈസ് ഗ്രേറ്റ് അല്ലാഹു അക്ബർ. ഈ മൊയ്ലന്മാര് എന്തുകൊണ്ടാണ് കാലത്തിനനുസരിച്ച് അവർ മാറുന്നുണ്ട്. പക്ഷെ അവർ ഈ ഒരു തരത്തിലുള്ള കച്ചവടം, അതല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരെയും അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, ഇത് ചെയ്യരുത്, അത് മോശമാണ്, ഇത് മോശമാണ്, അത് അങ്ങനെയാണ്, ഇത് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല രീതിയിലും ഒരുമാതിരി എന്ത് പറയാനാണ്, അതിനെ ഞാൻ എന്ത് പറയണമെന്നൊന്നും എനിക്കറിയില്ല, ഏത് വാക്കെടുത്ത് പറയണമെന്ന് അറിയില്ല. ഇങ്ങനെയൊക്കെ പറയണ മൊയ്ലന്മാർ ഒരു കാര്യം മാത്രം ആലോചിക്കാം. ഇപ്പം ഞാനൊക്കെ മദ്രസ പഠിച്ചിരുന്ന ഒരു കാലഘട്ടത്തില് ആ സമയത്തുള്ള ഉസ്താദ്മാരുടെ അടുത്തൊക്കെ എപ്പോഴും ബഹുമാനവും സ്നേഹവും എന്താ പറയാ, അവരൊക്കെ ഓർക്കുമ്പോൾ എന്താ പറയാ മനസ്സിൻ്റെ ഉള്ളിൽ എന്തോ ഒരു തരത്തിലുള്ള വിങ്ങല്, ഒരു ഭയത്തോടുള്ള വിങ്ങല്, എന്താ പറയാ, അത് അങ്ങനെയുള്ള ഒരു ഭയം ഭീകരവാദ ലെവലിലൊന്നല്ല കേട്ടോ. പക്ഷെ എന്താ പറയാ, നമ്മള് മുതിർന്നവരെ ബഹുമാനിക്കണം, അതല്ലെങ്കിൽ മുതിർന്ന ആളുകൾക്ക് ബഹുമാനം കൊടുക്കണം. ആ ഒരു ലെവലുണ്ടല്ലോ, ആ ഒരു ടച്ചാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇന്നത്തെ മൊയ്ലന്മാരെ കാര്യമൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൊയ്ലന്മാർക്കൊക്കെ എന്താ പറയുക, ഈ കോഴിക്കോടിന് കാലിരിക്കാൻ പോകുന്നതായിരിക്കും നന്നാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വേറെ ഒന്നും ഉണ്ടായിട്ടൊന്നല്ല, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പണിക്ക് പോയി ഇവന്മാർ. ഈ സ്ത്രീകൾ അഴിഞ്ഞാടുകയാണ് അല്ലെങ്കിൽ സ്ത്രീകൾ അഴിഞ്ഞാട്ടക്കാരികളാണ്, അങ്ങനെ ചെയ്യരുത്, ഇത് ചെയ്യാൻ പാടില്ല, അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവരെ പിടിച്ച് മഹല്ലിൽ നിന്ന് പുറത്താക്കുക, ഇങ്ങനെയുള്ള ഈ പ്രസ്താവനകളൊക്കെ നടത്തുമ്പോൾ ഒരു കാര്യങ്ങളും ആലോചിക്കണം. ഇന്നിപ്പോൾ മഹല്ലിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞാൽ ആളുകൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ, ഒരു കാര്യമില്ല, അതിലൊന്നും ഒരു കാര്യമില്ല. അപ്പോൾ ഈ ഉസ്താദുമാർ, ഇതുപോലുള്ള ഉസ്താദ്മാരും അതല്ലെങ്കിൽ ഈ ഉസ്താദ് എന്ന് പറയുമ്പോൾ ഇയാളുടെ ഒരു സബ്സ്ക്രൈബറാണ്. അപ്പം ഇയാളുടെ അത്യാവശ്യം വീഡിയോസൊക്കെ ഞാൻ കാണലുണ്ട്. അത് എന്താ പറയുക, ഇപ്പോൾ ഒരാൾക്ക് യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാക്കണം, ആ ഒരു ഇതൊക്കെ ഉണ്ടാവില്ല, അത് എനിക്ക് മനസ്സിലാവും. ഞാൻ അതൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പൊ ആ രീതിയിൽ ഞാൻ ഇയാളെ സബ്സ്ക്രൈബ് ചെയ്ത് ഇയാളുടെ ചില വീഡിയോസൊക്കെ ഞാൻ കാണലും ഉണ്ട്. തന്നെ എന്താ പറയാ, ഇയാള് ഇങ്ങനെ തുടക്കം മുതൽ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെയാണ് പറയാ, ഈ രീതിയിലുള്ള പല പല കാര്യങ്ങളും. അപ്പം ഞാനിപ്പോ ഇതെന്തെങ്കിലും കണ്ടന്റാക്കിയൊന്നും ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. കാരണം ഈ ഉസ്താദുമാരുടെ ഒരു മൈൻഡ്, പണ്ടുള്ള കാലങ്ങളുടെ ഉസ്താദുമാരുടെ മൈൻഡൊക്കെ നമുക്ക് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, പണ്ടുള്ള ഉസ്താദുമാർ TV കാണാൻ പാടില്ല, അല്ലെങ്കിൽ വീഡിയോസ് എടുക്കുന്നത് ഹറാമാണ്, അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുന്നത് പോലും ഹറാമാണെന്നൊക്കെ പറഞ്ഞു കിടന്നതിന് മൊയ്ലന്മാരാണ്. പക്ഷെ ആ മൊയ്ലന്മാരാണ് ഇപ്പൊ യൂട്യൂബിലൊക്കെ വന്നിരുന്നെങ്ങാണ്ട് ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ ബെല്ലൈക്കൺ ഞെട്ടിപ്പൊക്കിക്കുക എന്നൊക്കെ പറഞ്ഞെങ്ങാണ്ട് ഇങ്ങനെ ഒരുമാതിരി പ്രഭാഷണം നടത്തുന്ന മൊയ്ലന്മാർ ആയിരിക്കാൻ ചാൻസ് ഇല്ല. കാരണം ഞാനൊക്കെ മദ്രസ പഠിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ തന്നെ പറഞ്ഞില്ലേ, ഒരു ഉസ്താദ്മാർക്ക് ഒരു നിലയും വരും കാര്യങ്ങളൊക്കെ ഉണ്ടായിന്. ഇന്നത്തെ ഈ ഉസ്താദ്മാരുടെ ഇതുപോലുള്ള കയപ്പുകൾ കാരണം, ഈ കുട്ടികൾക്കെതിരുണ്ടാകുന്ന ഓരോ സാധനങ്ങൾ കാരണം, ഇതുപോലെ ഇങ്ങനെ വായ തോന്നിയതൊക്കെ ഇരുന്ന് ഇങ്ങനെ മഹല്ല് പ്രകാരം വിളിച്ചു വരുന്ന ഈ വായമായിട്ടുള്ള ഉസ്താദ്മാരൊക്കെ കാരണം മടുത്തു പോവാണ്. സ്ത്രീകൾക്കാണെങ്കിലും ശരി, മനുഷ്യന്മാർക്കാണെങ്കിലും ശരി, ഈ ഉസ്താദ്മാരുടെ അടുത്തോ അതല്ലെങ്കിൽ ഈ ഉസ്താദ്മാർ പറയുന്നതിന് കാര്യങ്ങളോടൊന്നല്ല മടുപ്പ് തോന്നുന്നത്, മതത്തിനോട് മടുപ്പ് തോന്നുകയാണ് ചെയ്യുന്നത്. സത്യത്തിൽ ഇവിടെ ഈ യുക്തിവാദികൾ, കേരളത്തിലെ യുക്തിവാദികൾ എന്ന് പറഞ്ഞാൽ ലോകത്ത് ഇവിടെ ഇല്ലാത്ത തരത്തിലുള്ള യുക്തിവാദികളാണ് കേരളത്തിലുള്ളത്. അപ്പൊ ആ യുക്തിവാദികൾ എന്ന് പറയുമ്പോൾ മതത്തിനെ വിമർശിക്കാൻ, പ്രത്യേകിച്ചും ഇസ്ലാം മതത്തിനെ, എല്ലാ മതത്തിനും ഒരു വിമർശിക്കലുണ്ട്, പക്ഷെ ഇസ്ലാം മതം ആണ് അവരുടെ ടാർഗറ്റ്. അതിന് പല കാരണങ്ങളും ഉണ്ടാവും, അതൊക്കെ അവരുടേതായിട്ടുള്ള താല്പര്യങ്ങളായിരിക്കും. അതിനെക്കുറിച്ചൊന്നും ഞാൻ ഏതായാലും സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവർ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ അതല്ലെങ്കിൽ ഏതെങ്കിലും ജില്ലയിൽ ഏതെങ്കിലും ഒരു മൊയ്ലന്മാരൊക്കെ ഏതെങ്കിലും കുട്ടീനെ, അങ്ങനെ ഒന്നല്ല, അത് സർവ്വസാധാരണ എല്ലായിടത്തും നടക്കുന്ന കാര്യമാണ്. ഈ കുട്ടികൾക്കെതിരായിട്ടുള്ള ഈ ലൈംഗികം, അതായത് ആ ഒരു കയപ്പ്,
ഒരു വീട്ടിൽ പോയിരുന്നു കണ്ട് ഇറച്ചിയും മീനും മറ്റേ പത്തിരിയും കോഴിയൊക്കെ അടിച്ച് കയറ്റിങ്ങാണ്ട് കുട്ടികളൊക്കെ ഉള്ള ഈ ഒരു ഇത് തിരിയുമ്പോൾ അതിനൊക്കെ തിരിയുമ്പം സാധനത്തിനുള്ള കൂടി ഊർക്കൾ തന്നെ കയറ്റി വിടണം എന്ന് എൻ്റെ അഭിപ്രായമുള്ളത്. അത് ഈ ഒരു വിഷയത്തിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ഇതുപോലെ ഈ ഒരു വിഷയം കുട്ടികളുടെ വിഷയമൊക്കെ മാറ്റി വേറെ കുറേ വസന്തം പോലുള്ള മൊയിലാമാരുകളുണ്ട്. ഈ പണ്ടത്തെ ഉസ്താമാരെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരൊക്കെ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ ഈ ഒരു സാധനങ്ങളൊന്നും ചെയ്യാൻ പാടില്ല, വീഡിയോ എടുക്കാൻ പാടില്ല. ആ ഒരു ജനറേഷൻ ആ മൊയിലാമാരൊക്കെ മാറി ഇപ്പൊ പുതിയ തരം മൊയിലാമാർ വന്നപ്പോ അതിന്റെ നേരെ വിപരീതമാണ് കാണുന്നത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ അതൊന്നും പ്രശ്നമില്ല, അവർക്ക് ഈ വീഡിയോ എടുക്കുന്നത് ഹറാമില്ല, അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു യൂട്യൂബിൽ കൂടി കിട്ടുന്ന ഏണിങ്സിന് പ്രശ്നമില്ല, അല്ലെങ്കിൽ പിക്ചർ എടുക്കാം, അതിനൊന്നും ഇപ്പോൾ ഒരു പ്രശ്നമില്ല. പക്ഷെ എന്തൊക്കെയാണ് പ്രശ്നം? സ്ത്രീകൾ എന്താ പറയുക, സ്ത്രീകൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, സ്ത്രീകൾ അതാണ്, സ്ത്രീകൾ ഇങ്ങനെയാണ്, സ്ത്രീകൾ സത്യത്തിൽ ഈ മതത്തിനോട് വെറുപ്പാണ് ആളുകൾക്ക് തോന്നുന്നത്. വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്? ഇസ്ലാമിനെ പല രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. അത് ഇപ്പോൾ ഈ യുക്തിവാദി കൂട്ടായ്മകളാണെന്നുണ്ടെങ്കിലും അതല്ലെങ്കിൽ ഈ സംഘികൾ അങ്ങനെയുള്ള പല പല ആളുകൾ, അത് പരസ്പരം എല്ലാ മതത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉള്ള ആളുകൾ ഉണ്ട്. ഞാൻ ഈ ഒരു വിഷയം അതിനെ കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അതല്ലേ ഞാൻ ഏതെങ്കിലും ഒരു മതത്തിനെ താങ്ങിയിട്ടോ അല്ലെങ്കിൽ അതിനെ പുലുകിയിട്ടോ ഒന്നും പറയാമെന്നുള്ളത് ആരും വിചാരിക്കേണ്ട. അപ്പം ഒരു ഉദാഹരണം എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ മുഹമ്മദ് നബീൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു നബീൻ്റെയും അതുപോലെ തന്നെ എന്താ പറയാ ആയിഷ ബീബിന്റെ കല്യാണത്തിനെ കുറിച്ചിട്ട് പല രീതിയിൽ തെറ്റിദ്ധാരണകളോടെ നടക്കുന്നില്ലേ? 6 വയസ്സായി കുട്ടീനെ കെട്ടിക്കൊണ്ടുപോയി ഭോഗിച്ചെന്നെല്ലാം പറഞ്ഞുകൊണ്ട് പല രീതിയിലും പറഞ്ഞുകൊണ്ട് പരത്തുന്ന ആളുകൾ ഇവിടെ ഇല്ലേ? സത്യത്തിൽ അതിൻ്റെ ഒക്കെ വാസ്തവം എന്താണെന്നുള്ളത് ഈ മൊയ്ലിയന്മാർക്ക് നല്ലോണം അറിയാം. അതിൻ്റെ അങ്ങനെയുള്ള കാര്യങ്ങൾ, അതല്ലെങ്കിൽ ഈ നബിന്റെ ഹൃദയം കുട്ടിയായിരുന്നപ്പം മാലാകന്മാർ വന്നെങ്ങാണ്ട് ഹൃദയം ക്ലീൻ ചെയ്ത കാര്യങ്ങൾ, അതല്ലെങ്കിൽ നബി ബുറാക്ക് യാത്ര ആകാശയാത്ര ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെ ഒരുപാട് ഇങ്ങനെയുള്ള ഓരോ സാധനങ്ങൾ ഓരോ കുട്ടികളെ മുമ്പിലേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ നബി ഇതുപോലെ തന്നെ ഒരു 6 വയസ്സായ കുട്ടീനെ കല്യാണം കഴിച്ച് കണ്ട് ഭോഗിച്ച ഒരു കാമപ്രാന്തനല്ലെന്ന് ഏതെങ്കിലും ഒരു കുട്ടീൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചാൽ ആ കുട്ടിക്ക് ഒരു മറുപടി ഉണ്ടാവില്ല. കാരണം ആ കുട്ടിക്ക് ഇതിനെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാവില്ല. എന്ത് പറയാനാണ് അവര്? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ സമൂഹത്തിലേക്ക് എന്തെങ്കിലും ഇത്തിരി എന്താ പറയുക ലാഷ് ഉളുപ്പുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ യുക്തിവാദികളും അതിൽ ഇസ്ലാമിനെതിരായിട്ടുള്ള കുറച്ച് ആളുകളും പ്രചരിപ്പിക്കുന്ന തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ ഉണ്ടെങ്കിൽ വായ തുറക്കുക, അതിനെതിരെയൊക്കെ സംസാരിക്കുക. അല്ലാതെ ഒന്നിരുന്നു കണ്ട് സ്ത്രീകൾ അങ്ങനെയാണ്, സ്ത്രീകൾ ഇതാണ്, സ്ത്രീകൾ അത് ചെയ്യരുത്, സ്ത്രീകൾ അടിമാവുക എന്നൊക്കെ പറഞ്ഞു നടന്നുണ്ടല്ലോ കൊത്തം കീറി പോകുമ്പോൾ ഇല്ലമാരെ. അത് മനസ്സിലാക്കുക. ഞാൻ മനസ്സിലാക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഏതെങ്കിലും ആയ കാലത്ത് എനിക്ക് കുട്ടികളോ കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. ഞാൻ എൻ്റെ കുട്ടികളെ മദ്രസയിലൊന്നും വിട്ട് ഞാൻ പഠിപ്പിക്കുക. എൻ്റെ കുട്ടികൾക്ക് എനിക്ക് നല്ല കാര്യങ്ങൾ പറയണം, അതിന് മതം പഠിപ്പിക്കണം എന്ന് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി എൻ്റെ പഠിപ്പിക്കുകയുള്ളൂ. കുട്ടികളുടെ മദ്രസയിലേക്ക് വിടാൻ ഇന്നൊരു രക്ഷിതാക്കളും നല്ല രീതിക്ക് ഒരു സംതൃപ്തരാവില്ല. കാരണം എപ്പോഴും അവരുടെ മനസ്സിൽ ഡൗട്ടായിരിക്കും, എന്തായിരിക്കും, ഏതായിരിക്കും, ഇങ്ങനെ ആവും അങ്ങനെ ആവും എന്നുള്ളൊരു പേടിയും ബേജാറൊക്കെ എന്തായാലും അവർക്കുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ സ്ത്രീകൾ കഴിഞ്ഞോട്ടക്കാരികളാണെന്ന് ചോദിക്കുമ്പോൾ പണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഖദീജ ബീബി റളിയല്ലാഹു അൻഹയും ആയിഷ ബീബി റളിയല്ലാഹു അൻഹ കഴിഞ്ഞാട്ടുകാരികളാണോ? ആയിഷ ബീബി റളിയല്ലാഹു അൻഹയും ഖദീജ ബീബി റളിയല്ലാഹു അൻഹയൊക്കെ ഒരു യുദ്ധത്തിൽ വരെ ഏർപ്പെട്ടിട്ടുള്ള ആളുകളല്ലേ? ഖദീജ ബീബിന്റെ ചരിത്രമൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മക്ക കണ്ടിട്ടുള്ള ഏറ്റവും വലിയ കച്ചവടക്കാരിയല്ലേ എന്നെ ഖദീജ ബീബി. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞാട്ടാണോ മൊയ്ലാരെ? എൻ്റെ അടുത്തൊന്നും ഇങ്ങനത്തെ ഭാഷയിൽ സംസാരിക്കാനുള്ള സത്യത്തിൽ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളത്. ഈ മൊയ്ലാരെന്നല്ല എല്ലാ മൊയ്ലാരങ്ങളും ഇതുപോലുള്ള വസന്തങ്ങളായിട്ടുള്ള മൊയ്ലാന്മാർ ഈ കാഴ്ചപ്പാട് മാറ്റിയിട്ടില്ലെങ്കിൽ, ഈ സമുദായത്തിന് ഇങ്ങനെ പറയിപ്പിച്ചുകൊണ്ട് നിൽക്കണം നിർത്തിയിട്ടില്ലെങ്കിൽ എന്ത് പറയാനാണ്? ഇത് ഇവറ്റകൾക്കെതിരായിട്ടുള്ള എന്തെങ്കിലും ഒരു ഇത് എടുക്കേണ്ടി വരുമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇതുപോലെ ഈ മദ്രസക്ക് കുട്ടികളെ പറഞ്ഞേക്കാതിരിക്കുക, അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ബഹിഷ്കരണങ്ങളൊക്കെ വരുത്തണം, അത്രേ എനിക്ക് പറയാനുള്ളൂ.